ഒരു ഫ്ലഫിയായ ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇഡ്ഡലി പാത്രം വയ്ക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇഡ്ഡലിക്കുള്ള മാവാണ് ഇത്. ഈ തട്ടുകളിൽ കോരി ഒഴിക്കണം. കൂടുതൽ നിറയ്ക്കണ്ട, ഇത് പൊന്തി വരുമല്ലോ, അതനുസരിച്ച് നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി. ഇതുപോലെ മറ്റ് തട്ടുകളിലും ഒഴിക്കുക. മാവ് ഒഴിച്ചു. ഇനി ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കണം. അടച്ചു വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പം നമുക്കിത് തുറക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്തു നോക്കാം. ഒരു സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. കണ്ടോ, ഒന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. കണ്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കഴിച്ചാൽ മതി. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല ഇഡ്ഡലി. ഈസി ആയിട്ട് എടുക്കാം. ഈ പാത്രത്തിലൊന്നും പിടിച്ചിട്ടില്ല. ഇങ്ങനെ ഇതെല്ലാതും ഇങ്ങനെ എടുക്കണം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി. ഇതിന് നമുക്ക് സാമ്പാറും ചട്നിയും കൂട്ടി കഴിക്കാവുന്നതാണ്. നല്ല പൂ പോലത്തെ ഇഡ്ഡലി എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഇത് കണ്ടോ, എന്ത് ഭംഗിയായിട്ടത് വന്നേക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് എടുക്കാനും സാധിക്കും. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിക്ക് സാമ്പാറും ചട്നിയുമാണ്.